ഒരിക്കലും മുടി കൊഴിച്ചിലിനെ വെറും സാധാരണ മുടി കൊഴിച്ചിലാക്കി മാറ്റരുത് കേട്ടോ. ഇത് പല വിധത്തിൽ നമ്മുടെ ശരീരത്തിലെ രോഗത്തിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നായിരിക്കുമേ. അലോപേഷ്യ ഏരിയേറ്റ പേര് കേട്ട് നിങ്ങൾ ഞെട്ടണ്ട കേട്ടോ. ഇതിന് പിന്നിൽ അതിരൂക്ഷമായ മുടി കൊഴിച്ചിൽ തന്നെയാണ്. ഇതിലൂടെ ഹെയർ ഫോളിക്കിളുകൾക്ക് കോട്ടം സംഭവിക്കുന്നു. ഇതാണ് പലപ്പോഴും മുടി കൊഴിച്ചിലിൻ്റെ പ്രധാന കാരണം കേട്ടോ. പലരും അതിനെ അത്ര ഗൗരവത്തോടെ കാണുന്നില്ല എന്നതാണ് സത്യം. പക്ഷേ മുടി കൊഴിച്ചിൽ അതിരൂക്ഷമാകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കണം കേട്ടോ. അല്ല എങ്കിൽ അത് തലയിലെ മുടി മുഴുവൻ കൊഴിയാനും വേണ്ടിയിട്ട് കാരണമാവും. അടുത്ത രണ്ടാമത്തെ PCOS. സ്ത്രീകളിൽ ഹോർമോൺ ഇംബാലൻസ് കൊണ്ടാണ് ഇത്തരം ആരോഗ്യ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്. ഇത് ആർത്തവത്തെ പ്രശ്നത്തിലാക്കുന്നു. പലപ്പോഴും അതിരൂക്ഷമായ മുടി കൊഴിച്ചിലാണ് ഇതിൻ്റെ പ്രധാന കാരണം കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുകയും വേണം. ഹെയർ ഫോളിക്കിളുകളെ ഇത് വളരെ പ്രതികൂലമായി തന്നെ ബാധിക്കുകയും ചെയ്യേ. അടുത്തത് നമ്മുടെ അയണിൻ്റെ കുറവാണ് കേട്ടോ. ശരീരത്തിൽ അയൺ കുറവുണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ വളരെ രൂക്ഷമായിരിക്കും. ഇത് അനീമിയ പോലുള്ള രോഗങ്ങളുടെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. ശരീരത്തിൽ ഇരുമ്പിൻ്റെ അളവ് കുറവാണെങ്കിൽ അത് വർദ്ധിപ്പിക്കുന്നതിനുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് പുതിയൊരു ടിപ്പായിട്ട് കാണാം.